സാറേ, സത്യം, ധർമ്മം, നീതി, ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ. അതും കൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴയ്ക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, സാറിന്റെ കൂട്ടുകാരൻ ചെക്കൻ അനിൽ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോ മേടിച്ച് അവാർഡ് വാങ്ങിച്ചു. എന്നിട്ടിപ്പോ എന്തായി? എല്ലാരും കൂടെ ഹാരവും മാലയും ഒക്കെ ഇടിയിച്ച് ബോംബേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ പോണൂന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവനൊരു വിലയുണ്ട്. എങ്ങനെ? ഫ്രാഡ് വില കാണിച്ചിട്ട്. ഇനി തിരിച്ചു വരുമ്പോ അവന്റെ പോസ് നോക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് പോസ് കാണിച്ചാണ്ടല്ലോ ഇടിച്ചാ മൂഞ്ചി ഇരിച്ചു വിടും. നടക്കാത്ത കാര്യം കളാ, നടക്കുന്ന കാര്യം ആലോചിക്കും. അവന്റെയും ഒരുപടി മേലെ സ്റ്റാറ്റസിൽ നിൽക്കാൻ ശ്യാംകുട്ടിക്ക് മോഹമില്ലേ? ടെൽമി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? വഴിയുണ്ട്. മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ്, അതിലാവശ്യത്തിന് കാശും പത്രാസും, പ്രേമിക്കാൻ തരുണീമണികൾ. ഇങ്ങനെ ഒരു ചുറ്റുപാടിനെ പറ്റി ശ്യാംകുട്ടി ആലോചിച്ചിട്ടുണ്ടോ? ആകെ ഒരു പളവളപ്പ്, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഞാനിതെങ്ങനെ ഒപ്പിക്കും? എങ്ങനെ അനിൽ അവാർഡ് ഒപ്പിച്ചു? അവന്റെ കഴുത്തിൽ എങ്ങനെ ഹാരം വീണു? അവൻ എങ്ങനെ ബോംബേക്ക് പറക്കാൻ പോണു? ആ മണ്ട ഉപയോഗിച്ചു. ഫ്രാഡ് പണി, ഇന്നസെന്റ് ഫ്രാഡ്, ആർക്കും ഉപദ്രവില്ലാത്ത ഫ്രാഡ് പണി. ഇങ്ങനെ ഒരു ജീവിതം വേണോ വേണ്ടയോ എന്ന് ശ്യാംകുട്ടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നാലോചിച്ച ശരിയാ. ലൈഫ് ഈസ് എ ചലഞ്ച് മീറ്റിംഗ്. എന്നാരാ പറഞ്ഞ? ഞാനല്ല, പക്ഷെ പറഞ്ഞ നാറിക്ക് വിവരമുണ്ട്. കേൾക്കുന്ന നാറികൾക്കും വിവരം ഉണ്ടാവട്ടെ. താങ്ക് യു. കൈയും വീശി ഇനി പോന്നല്ലയോ? ഒരു ബൊക്ക ഇവിടെ വാങ്ങിച്ചോട്ട് വന്നുകൂടായിരുന്നോ? ദരിദ്രവാസി, നീ എന്താടാ ബോംബെയിൽ പൂക്കച്ചവടം നടത്താൻ പോന്നോ? ഒരു പടം വാങ്ങിച്ചാൽ അർദ്ധരാത്രി പിടിക്കാൻ. എന്റെ അമ്മോ, അസൂയ. അത് തന്നെയാണ് അസൂയ തന്നെ. ആ കള്ളനാവാൻ കഴിയാത്തതിലുള്ള അസൂയ. Passenger traveling to Bombay. Goodbye. Please report immediately at the security check. Last and final call for Mr. Anil Kumar. Bye. Passenger traveling to Bombay. Thank you. Please report immediately at the security check. Alaya, goodbye. മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ്, പ്രേമിക്കാൻ തരുണീമണികൾ, ആകെ ഒരു പളവളപ്പ്, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. നീ വെള്ളമടിച്ച് കാർ ഓടിക്കാറുണ്ടോ? മുതലാളി വേണമെങ്കിൽ എന്റെ ചെകിടത്ത് 4 പൊട്ടിച്ചോണം. പക്ഷെ ഞാൻ വെള്ളം അടിച്ചത് മാത്രം പറയരുത്. അല്ല, 4 ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അതിനു മുമ്പ് സത്യം എന്താണെന്നൊന്ന് അറിയണമല്ലോ. കാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. കീ എവിടെ? ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ കാറിലുണ്ടോ? എന്റെ സാറേ, എന്റെ ജീവനേക്കാളും വലുതാണോ ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ? മനസ്സിലായില്ല. സാർ കേൾക്കണം. ഞാൻ ഇങ്ങനെ ശബരിമല ഇറക്കം ഇറങ്ങി വരുന്നു. താഴെ വലിയ കൊക്കോ. ഞാനൊരു വളവ് തിരിയുന്നു. പെട്ടെന്ന് കുറേ നിൽക്കുന്നു. ആരാ? 3 ഒറ്റയാൻ. ഞാനൊരു ചവിട്ട് വെച്ചു കൊടുത്തു. എന്റെ സാറേ, വായുണ്ടെങ്കിൽ കാർ പോലും നിലവിളിച്ചേനും. ഞാൻ മിണ്ടിയോ? മിണ്ടിയില്ല. ഞാനൊരു 10 മിനിറ്റ് ലൈറ്റ് അണച്ച് കാറിലിരുന്നു. ആനകൾ അനങ്ങിയോ? അനങ്ങിയില്ല. നിവർത്തിയില്ലാതെ ഞാൻ ജാക്കി എടുത്തെറിഞ്ഞു. പോയി. ആനയോ? അല്ല, ജാക്കി. രണ്ടാമത് ഞാൻ സ്റ്റെപ്പിനെ എടുത്ത് ഉരുട്ടി വിട്ടു. പോയി. സ്റ്റെപ്പിന്? കറക്റ്റ്. ഇപ്പൊ സാറിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ. ആനകൾ അനങ്ങിയില്ല. പിന്നെ എന്റെ സാറെ, എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു പറഞ്ഞു വന്നു. ഞാൻ വീൽ കപ്പും ലാമ്പും ബമ്പർ എല്ലായിടത്തും ചണ വലിച്ചെറിഞ്ഞു. അവസാനം എന്റെ നല്ല കാലത്തിന് കാശിരുന്ന ബാഗ് കൈ കിട്ടി. 10,500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനെടുത്ത് എറിഞ്ഞു കൊടുത്തു. അപ്പോ ബമ്പറും ടെയിൽ ലാമ്പും കാശും കൂടെ പോയി അല്ലേ? പോയെങ്കിൽ എന്ത് സാറേ, ആനകൾ പോയി കിട്ടിയില്ലേ? ഞാൻ എന്റെ ഉള്ള ഉയരം കൊണ്ട് മല ഇറങ്ങി പോകുന്നു. ഇപ്പോഴും എന്റെ കൈ വിറക്കുന്നുണ്ടല്ലേ സാർ? എന്നിട്ട് ഇപ്പൊ കാർ എവിടെ? കാറ് കാറ് അങ്ങ് ശബരിമലയല്ലേ? ശബരിമലയിലെവിടെ?
അങ്ങ് ഇറക്കത്തില്ല. അവിടെ എല്ലാം ഇറക്കമാണല്ലോ. അങ്ങോട്ട് പോകുമ്പോ കയറ്റല്ലേ സാർ? എടാ കാർ അവിടെ കിടക്കണ്ടാ ചോദിച്ചത്. ഇങ്ങോട്ട് വരുമ്പോ ഇടവശത്തുള്ള കളർ ഷാപ്പിന് മുമ്പ് കിടപ്പുണ്ട്. അത് ശരി. അപ്പൊ ആനയല്ല ഷാപ്പായതെല്ലാം കൊണ്ടുപോയത്. അപ്പോ സാറിന് എന്നെ വിശ്വാസമില്ലേ? അയ്യോ ഇല്ല. ഇത്രയും നാൾ സാറിന്റെ അടുത്ത് ഞാൻ വിശ്വാസത്തോടെ പണിയെടുത്തു. ഇനി ചീത്തപ്പേരെയൊക്കെ ഞാൻ തയ്യാറല്ല. സ്വരം എന്തായിരിക്കും നമുക്ക് പിരിയാം. താക്കോൽ. എടാ, എടാ അവിടെ നിൽക്കാൻ. ഇല്ല, നമ്മളൊന്നും ശരിയാകത്തില്ല. ശരിയാകത്തില്ല. എടാ, അവിടെ നിൽക്കാനോ? ഇല്ല, നമ്മൾ ശരിയാകും. ഈ ജന്മ ശരിയാകത്തില്ല. എടാ, ഇല്ലേ ഇല്ല. എടാ റാസ്കൽ, നിന്നെ ഞാൻ കേസ് കൊടുത്ത് അകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് ശ്രീകണ്ഠനായിരുന്നല്ല. ഹലോ, അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അല്ലേ? എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ആ ഓക്കെ. അങ്കിൾ എന്താ ആകെ ചൂടായി നിൽക്കുന്നത്? എങ്ങനെ ചൂടാകാതിരിക്കും? ഓരോരുത്തരെ വിശ്വസിച്ച് ജോലിക്ക് നിർത്തും. അവനൊക്കെ പിന്നെ കുടുംബം കുളം തോണ്ടിയിട്ടേ ഇറങ്ങിപ്പോവും. ആ പിന്നെ ശ്യാം വന്നിട്ടുണ്ടോ? ഇല്ല, അതെന്താ? ഒരുപാട് ജോലിയുണ്ട്, ബിസിയാ. പിന്നീട് വരാന്ന് പറഞ്ഞു. നിന്നെ അവനെയും കൂടി ഇരുത്തി കല്യാണം ഫിക്സ് ചെയ്തിട്ട് ഉടനെ വിവരം അറിയിക്കണമെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുക. പറഞ്ഞിട്ടിപ്പോ 1 മാസം കഴിഞ്ഞു. എന്ത് ചെയ്യാനാ? ഞാൻ വിളിച്ചാ വരണ്ടേ? ചേടാ, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ടുമില്ല. അല്ലെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ച് രണ്ടിലൊന്ന് തീരുമാനിച്ചേനെ. ആ തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ മേജർ ശ്രീകണ്ഠൻ നായരുടെ തനി സ്വരൂപം കാണിക്കും. ഒന്നുമില്ലെങ്കിലും നിന്റെ ലോക്കൽ ഗാർഡിയൻ ആണെന്നുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്കുണ്ടല്ലോ. അയ്യോ, അങ്കിൾ പട്ടാളം മുറിയൊന്നും എടുക്കണ്ട. പുള്ളിക്കാരനെ ഞാൻ പിടിച്ചോണ്ട് വരാം. ഒന്നുമില്ലെങ്കിലും എന്റെ മുറച്ചെറുക്കനല്ലേ. മുറച്ചെറുക്കനോടുള്ള ഒരു എടാ, ഈ എയർ ഹോസ്റ്റസ് എന്ന് വെച്ചാല് അവര് വളരെ ഫോർവേഡാ. ജീവിതത്തിൽ പകുതി സമയം ആകാശത്ത് ചെയ്യുന്നവർക്ക് ഭൂമിയിൽ തങ്ങളെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് തോന്നിയ വലിയ ആശ്വാസം. തത്വം പറയാതെ കാര്യം നടക്കുമെന്ന് പറ. എന്താ നടക്കാത്തത്? എന്റെ ഒരു സുഹൃത്ത്, പണ്ട് ഞാൻ അവനെ 3 എയറോസ്മാരെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ 3 പേരെയും അവൻ കല്യാണം കഴിച്ചു. അവസാനം അവൻ മരിച്ചപ്പോ ചിതയുടെ അരികി 3 പേരും വന്നു. അപ്പോഴാ അവര് പരസ്പരം അറിയുന്നത് ആ 3 പേരും അവന്റെ ഭാര്യമാരായിരുന്നു എന്ന്. ആ ചരിത്രം ഒന്ന് ആവർത്തിച്ചാലോ? അപ്പൊ മുറപ്പണോ? അത് 3 വരെ 4. ചേട്ടൻ ഒന്നുകൂടെ പടി. ഏടാ, എന്നെ പൂസാക്കിയിട്ട് ഓസിനി ചരക്കുകൾ നീ പരിചയപ്പെടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. ഇപ്പൊ എന്തോ വേണം? തൽക്കാലം ഒരു 200 രൂപ. എത്ര? 200. ആ അപ്പോഴേ മണിമണി പോലത്തെ 3 എണ്ണത്തിനെ ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്തരും. ബാക്കി നീ കൈകാര്യം ചെയ്യുമ്പോൾ ഇരിക്കും. ഞാൻ പറയും പോലെ ചെയ്താ മതി. കാലത്ത് വെള്ളം തലേന്ന് ഇറങ്ങും ബബ്ബാന്ന് പറയരുത്. അത് ഞാൻ ന്യൂസ് മോളോട് പറ. ശ്രീകണ്ഠൻ നായരല്ലേ? ശ്രീകണ്ഠേശ്വരം ഒന്നും അല്ലല്ലോ. പോവാൻ പറയണ്ണ. എന്താ പിരിച്ചുവിട്ട കാര്യം? അസൂയ അണ്ണ, അസൂയ. ഞാൻ ഒരു നായരായി പോയില്ലേ. ഒരു നായർക്ക് വേറൊരു നായർ നന്നാവുന്ന കണ്ടാ സഹിക്കോ? അത്രയൊക്കെ ഉള്ള അണ്ണാ കാര്യം അസൂയ കൂട്ടങ്ങൾ. കുട്ടപ്പന് മോട്ടോർ പണി അറിയാവുന്നിടത്തോളം കാലം യവനൊന്നും കുട്ടപ്പന ഒരു പുല്ലും ചെയ്യൂല. അടുത്ത മിനിറ്റിൽ അപ്പോയിന്റ്മെന്റ് ആർഡറുമായിട്ട് ആള് വന്നില്ല അണ്ണ. എവിടുന്ന്? സ്റ്റാർ വർക്ക്ഷോപ്പിൽ നിന്ന്. അപ്പൊ നീ ഇപ്പൊ വർഷാപ്പില? പിന്നെ അതല്ലേ അണ്ണൻ കാറിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ഞാൻ കയറി ഏറ്റത്. അണ്ണൻ ധൈര്യമായിട്ട് പോണം. അണ്ണന് പെമ്പിള്ളേരെ കയറ്റാൻ ഇഷ്ടം പോലെ കാറ് ഞാൻ കൊണ്ടുവരൂല്ലേ. പിന്നെ ചിക്കില് കറക്റ്റായിട്ട് ഇങ്ങ് പോരണം. രൊക്കം ഏർപ്പാടേ ഉള്ളൂ, കടമില്ല. നീ കാറേറ്റോ? ആ. എന്നാ കാശ് ഞാനേറ്റു. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഇതുപോലെ ആക്രി വണ്ടി ഒന്നും കൊണ്ടുവരരുത്. അയ്യോ അണ്ണ, ബെൻസ്, ടയാട്ട, ഇമ്പാല ഒക്കെ കൊണ്ട് ഇറക്കൂലേ. ആ.